ഇന്നലെ ചെന്നൈ ഹൈദരാബാദിനോട് തോറ്റതോടെ ഗുജറാത്തും SRHും പ്ലേ ഓഫിൽ ക്വാളിഫിക്കേഷൻ നേടി. ഇനിയൊരു ഫോർത്ത് സ്പോട്ട് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ടു ബി ഓണസ്റ്റ്, ആ സ്പോട്ട് ആർക്കും വേണ്ട എന്ന നിലയിലാണ് കിടക്കുന്നതും. ഇനിയുള്ള ഓരോ ടീമിന്റെയും ഇക്വേഷൻ വളരെ സിമ്പിളാണ്. ഡൽഹിക്കും ചെന്നൈക്കും മാക്സിമം 14 പോയിന്റ് വരെ മാത്രമേ ഇനി എത്താൻ പറ്റൂ. പഞ്ചാബ്, രാജസ്ഥാൻ, ചെന്നൈ എന്നിവർ ഇനിയുള്ള എല്ലാ കളിയും തോറ്റ്, കൊൽക്കത്ത ഒരു കളിയും തോറ്റാൽ ഡൽഹി അടുത്ത 2 കളി ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫിൽ കയറാം. ചെന്നൈക്കാണെങ്കിൽ പഞ്ചാബും രാജസ്ഥാനും ഇനിയുള്ള കളിയെല്ലാം തോറ്റ്, കൊൽക്കത്ത ഒരു കളി തോറ്റ് അടുത്ത കളി CSK ജയിച്ചാൽ 14 പോയിന്റുമായി അവർക്കും പ്ലേ ഓഫിൽ കയറാൻ പറ്റും. രാജസ്ഥാനെ സംബന്ധിച്ച് ഇനി സിമ്പിൾ ഇക്വേഷനാണുള്ളത്. മറ്റുള്ള ടീമിന്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം രാജസ്ഥാൻ ഇപ്പോഴില്ല. അടുത്ത 2 കളി ജയിച്ചാൽ കൺഫേം ആയും പ്ലേ ഓഫ്. ഒരു കളി തോറ്റാൽ പിന്നെ മറ്റു ടീമിന്റെ റിസൾട്ട് പോലെ ഇരിക്കും കാര്യങ്ങൾ. പഞ്ചാബിനും കൊൽക്കത്തയ്ക്കും മാക്സിമം ഇനി 15 പോയിന്റ് വരെ മാത്രമേ എത്താൻ പറ്റൂ. ഇനി ശേഷിക്കുന്ന മത്സരങ്ങൾ ജയിക്കുക, രാജസ്ഥാൻ ഒരു കളി തോക്കുക എന്നതാണ് ഇവർക്കുള്ള ഇക്വേഷൻ. നിലവിൽ കൊൽക്കത്ത 4ാമത്തെ ടീമായി കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ബാക്കി ആര് കയറിയാലും എലിമിനേറ്റർ ഡെഡ് റബ്ബർ ആകാനാണ് ചാൻസ്. ഫോർത്ത് സ്പോട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ടീമുകളിൽ കൊൽക്കത്ത മാത്രമാണ് മൊമെന്റം ഉള്ളതും ഇപ്പോൾ നല്ല ക്രിക്കറ്റ് കളിക്കുന്നതും. ബാക്കി ആര് കയറിയാലും അവർ എലിമിനേറ്ററിൽ തന്നെ പുറത്താകാനുള്ള ചാൻസാണ് കാണുന്നത്. ടോപ്പ് 3 ടീമുകളിൽ ടോപ്പ് 2 ഫിനിഷ് RCB ഓൾമോസ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത കളി ഹൈദരാബാദുമായി തോറ്റാലും റൺ റേറ്റിൽ വലിയ മാറ്റമുണ്ടാകും എന്ന് തോന്നുന്നില്ല. സെക്കൻഡ് സ്പോട്ട് GT, SRH എന്നിവരിൽ അടുത്ത കളി ആര് ജയിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. രണ്ടുപേരും ജയിച്ചാലും തോറ്റാലും റൺ റേറ്റ് ആയിരിക്കും കാര്യങ്ങൾ നിശ്ചയിക്കുക. കാര്യം പോയിന്റ് ടേബിൾ ലാസ്റ്റ് കുറച്ച് ടൈറ്റ് ആയെങ്കിലും അത് യഥാർത്ഥത്തിൽ ഈ IPL വീക്ക് ആയതുകൊണ്ട് മാത്രമായിരുന്നു. ടോപ്പിലെ 3 ടീമുകൾ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു തന്നെ നിന്നു. ബാക്കി താഴെയുള്ളവർ ജയിച്ച് മുകളിലേക്കും പോകുന്നില്ല, തോറ്റ് താഴേക്കും പോകുന്നില്ല എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ. പഞ്ചാബ്, രാജസ്ഥാൻ, ചെന്നൈ എന്നിവർ തുടർച്ചയായ മത്സരങ്ങൾ തോറ്റിട്ടും അവരുടെ സ്ഥാനം പോലും പ്രോപ്പറായി മാറിയിരുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം.